സൂര്യൻ നെല്ലിക്കുര്യൻ രാഹുലിനെതിരെ തിരിയുവാൻ കാരണമെന്ത്? ഇന്ന് രാവിലെ മുതൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലെല്ലാം വാർത്ത ഇതാണ്. സൂര്യൻ നെല്ലിക്കുര്യൻ പറഞ്ഞു, രാഹുലിനെ യാതൊരു കാരണവശാലും പാലക്കാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കി നിർത്തില്ല, അതിന് മറ്റു മിടുക്കരായ ആളുകളുണ്ട്, രാഹുലിനെ നിർത്തിയാൽ അത് തെറ്റായ സന്ദേശം നൽകും എന്നൊക്കെ അദ്ദേഹം ഏഷ്യാനെറ്റ് എന്ന മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് നാം എല്ലാവരും കണ്ടു. എന്തുകൊണ്ടാണ് സൂര്യൻ നെല്ലിക്കുര്യൻ ഇപ്പോൾ രാഹുലിനെതിരെ വീണ്ടും തിരിയുവാൻ കാരണം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനു മുമ്പായി ചില കാര്യങ്ങൾ ലോകമെമ്പാടുമുള്ള മലയാളികൾ മനസ്സിലാക്കേണ്ടുന്നതുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ വി ഡി സതീശന്റെ ഒരു PR ഏജന്റായി ഏഷ്യനെറ്റിലെ വിനു വി ജോൺ മാറിയത് നമ്മളെല്ലാം കണ്ടതാണ്. വിനു വി ജോൺ തന്നെ ആയതാണോ അതോ ഏഷ്യനെറ്റ് മാനേജ്മെന്റ് ഈ വി ഡി സതീശന്റെ PR ഏറ്റെടുത്തത് കൊണ്ടാണോ എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ വിനു വി ജോണുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വി ഡി സതീശന്റെ PR ടീമിന്റെ ഏറ്റവും പ്രധാനിയായ വ്യക്തി. ഇവർ പ്ലാൻ ചെയ്ത് പലതരത്തിലുള്ള വി ഡി സതീശനെ വെളുപ്പിക്കുന്ന തരത്തിലുള്ള പല ചാനൽ ചർച്ചകളും ഒക്കെ ഏഷ്യനെറ്റിൽ ഇവർ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഏഷ്യനെറ്റിന്റെ അപ്രമാദിത്യം ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു ഫ്രണ്ട് റണ്ണർ എന്ന നിലയ്ക്ക് ഇവർ ഇപ്രകാരം ഒരു ചില ട്രെൻഡ് അല്ലെ നറേറ്റീവ് ഏഷ്യനെറ്റിലൂടെ സെറ്റ് ചെയ്താൽ അത് ബാക്കിയുള്ളവരെല്ലാം ഏറ്റെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. അതുപോലെ തന്നെ ഏഷ്യനെറ്റ് ന്യൂസിനും അതുപോലെ ഏഷ്യനെറ്റിലെ വിനു വി ജോണിനും ഒക്കെ ഒരു വിലയുണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. ബാക്കിയുള്ള ഈ സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെക്കാളൊക്കെ കുറച്ചുകൂടെ ജെനുവിനിറ്റിയും ഒരു ഒബ്ജക്റ്റീവ്നെസ്സും ഒക്കെ ഈ മാധ്യമത്തിനും അതുപോലെ ഇതിലെ അവതാരകനായ വിനു വി ജോണിനും ഒക്കെ നമ്മൾ കൽപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഈ വിനു വി ജോൺ എന്ന് പറയുന്ന വ്യക്തി ഇന്ന് ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാളുടെ ഒരു അടിമയെ പോലെ ഒരു PR ഏജന്റായി മാറിയിരിക്കുകയാണ്. ഇത് ഈ വിനു വി ജോണിനെ പണം കൊടുത്ത് വിലക്കെടുത്തതാണോ അതോ മാനേജ്മെന്റിനെ പണം കൊടുത്ത് വിലക്കെടുത്ത് ഇടയിൽ പോയി ചെയ്യടേ എന്ന് പറഞ്ഞ് ഇയാളെ ഈ പണിക്ക് ഇറക്കി വിട്ടതാണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇന്നലെ നോക്കുക, പുതുവർഷത്തിൽ ഒരു പുതിയ ട്രെൻഡ് സെറ്റ് ചെയ്തതിനായി ഏഷ്യനെറ്റിൽ ഇന്നലെ സുപ്രഭാതത്തിൽ തന്നെ വി ഡി സതീശന്റെ ഒരു PR കൊടുക്കുകയുണ്ടായി. ആ സുപ്രധാന വാർത്തയിൽ ആ ഇന്റർവ്യൂവിന്റെ വിനു വി ജോണ് ഈ വി ഡി സതീശന്റെ അടുത്ത് പോയി എടുത്ത ഇന്റർവ്യൂവിന്റെ പ്രസക്ത ഭാഗങ്ങൾ കൊടുത്തിരുന്നു. അതിനുശേഷം വളരെ വിശദമായ ഒരു അഭിമുഖം വിനു വി ജോണും വി ഡി സതീശനുമായി നടത്തുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് കൃത്യമായ ഒരു നറേറ്റീവ് അവർ സെറ്റ് ചെയ്യലാണ്. ഇത് കൃത്യമായ പെയ്ഡ് PR ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിൽ കൊടുത്തിരുന്ന ക്യാപ്ഷൻ ഇതായിരുന്നു: ചാണക്യതന്ത്രം. ചാണക്യതന്ത്രം നമ്മൾ പറയുന്നു അത് ചാണക്യതന്ത്രമല്ല, അത് 2 ചാണകളുടെ തന്ത്രമായിരുന്നു എന്ന്. ആ 2 ചാണകളിരുന്നുള്ള തന്ത്രമെനയിലായിരുന്നു നമ്മൾ കണ്ടത്. അങ്ങനെ ഇന്നലെ പുതുവർഷത്തിൽ ഈ വി ഡി സതീശനുമായി ഇദ്ദേഹം അഭിമുഖം നടത്തി കൃത്യമായ ഒരു നറേറ്റീവ് ഉണ്ടാക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. ഈ വി ഡി സതീശനാണ് 2026 ഈ പ്രസ്ഥാനത്തിന്റെ നായകൻ. അയാൾക്ക് കൃത്യമായ ഒരു വിഷനുണ്ട്, 100-ലധികം സീറ്റുകൾ ഉണ്ടാക്കും. അതുപോലെ ഈ പെരുന്തച്ചൻ കോംപ്ലക്സിന് കയ്യും കാലും വെച്ച് നടക്കുന്ന ഈ വി ഡി സതീശൻ ഇന്നലെ പറയുകയാണ്, പെരുന്തച്ചൻ കോംപ്ലക്സ് ഒന്നും ആർക്കും പാടില്ല കേട്ടോ, യുവാക്കന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ പരിഗണന കൊടുക്കണമെന്ന്. യുവാക്കന്മാരുടെ കൂമ്പൊടിച്ച് തേൻകണിയിൽപ്പെടുത്തി നശിപ്പിക്കുന്ന ഈ നെട്ടൂരിലെ ആ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരനും ആ വിനു വി ജോണും ഇരുന്ന് ആ ഇന്നലെ നടത്തിയ ആ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുകയായിരുന്നു അവർ. ഇപ്രകാരം ഒരു നറേറ്റീവ് പുതുവർഷം തന്നെ അവർ ഉണ്ടാക്കി. ആ ഇന്നലെ നടത്തിയ നാടകത്തിന്റെ തുടർച്ചയാണ് ഇന്ന് രാവിലെ ഈ ഏഷ്യനെറ്റിലൂടെ നമ്മൾ കണ്ടത്. ഏഷ്യനെറ്റിൽ എക്സ്ക്ലൂസീവായി കൊടുത്ത ഒരു അഭിമുഖത്തിലാണ് ഇന്ന് ഈ സൂര്യൻ നെല്ലിക്കുര്യൻ ഇപ്രകാരം ഒരു അഭിപ്രായം പറഞ്ഞത്. കുറ്റാരോപിതനായ രാഹുൽ മാറി നിൽക്കണം, രാഹുൽ മത്സരിച്ചാൽ അത് തെറ്റായ ചില സന്ദേശങ്ങൾ നൽകും, സൗന്ദര്യവും വാക്സാമർത്ഥ്യവും മാത്രം പോരാ എന്നൊക്കെ തരത്തിൽ ഇയാൾ പറയുകയുണ്ടായി. പ്രിയമുള്ള പ്രേക്ഷകരെ, ഇനി നിങ്ങൾ കാണുവാൻ പോകുന്നത് ഇന്ന് രാവിലെ PJ കുര്യൻ ഏഷ്യനെറ്റിന് നൽകിയ ആ അഭിമുഖത്തിൽ രാഹുലിനെ കുറിച്ച് പറയുന്നതൊന്ന് കേട്ട ശേഷം നമുക്ക് ഉടനെ തിരികെ വരാം. പാർട്ടിയിൽ നടപടിയെടുത്തിരിക്കുന്നുണ്ട്, മറ്റാളിനെ നിർത്തും. വേറെ കോൺഗ്രസിനകത്ത് എത്രയോ
നേതാക്കന്മാരോട് മത്സരിക്കാൻ കൊള്ളുന്നത്. അല്ല, പാലക്കാട്ട് തന്നെയുണ്ട്. ഇച്ചിരി ഭാഷയും അറിയാം, സൗന്ദര്യവും മതി, സ്ഥാനാർത്ഥി അല്ല ഇച്ചിരി വിദ്യാഭ്യാസം മതി, അങ്ങനെ ഒരു മെസ്സേജ് കൊടുത്താൽ അത്തരം സ്ഥാനമോഹികൾ കൊണ്ട് ഈ പാർട്ടി നിറയും. അന്നേരം ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ വി ഡി സതീശന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, പഴയ മാധ്യമപ്രവർത്തകൻ, ഈ വിനു വിജോണിന്റെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു നാടകം കളിക്കലാണ്. ഇതൊരു പെയ്ഡ് PR പരിപാടിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അന്നേരം വി ഡി സതീശന് പറയുവാൻ പറ്റത്തില്ലാത്തത് ഇപ്പോൾ ഇതാ ഇവരുടെ എല്ലാം പൊതുസുഹൃത്തായ ഈ പടുവൃദ്ധനായ ഈ PJ കുര്യനെ കൊണ്ട് ഇവന്മാർ ചുടിചോരി കോരിച്ചതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഒന്നും അറിയാത്ത PJ കുര്യന്റെ വീട്ടിൽ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടറെ വിട്ട് ഇയാളുടെ വായിൽ നിന്നും കിള്ളി എടുത്തതാണ്. യാതൊരു കാരണവശാലും വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരികെ വരാൻ പാടില്ല. അപ്പോൾ ഇത് PJ കുര്യന്റെ ചെലവിൽ പോയാൽ രണ്ടുണ്ട് ഗുണം. ഒന്ന്, PJ കുര്യനെ ഒതുക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇതുപോലൊരു മുതിർന്ന നേതാവ് പറഞ്ഞതായിട്ട് അയാളുടെ ചെലവിൽ പൊക്കോളുകയും ചെയ്യും. PJ കുര്യൻ എന്തുകൊണ്ടാണ് ഇപ്രകാരം ഇദ്ദേഹത്തിനെതിരെ തിരിയുവാൻ കാരണം എന്ന് നാം മനസ്സിലാക്കണം. പത്തനംതിട്ടയിൽ തന്നെയുള്ളൊരു യുവ നേതാവ് ഇപ്പോൾ പത്തനംതിട്ടക്കാരുടെ കണ്ണിലുണ്ണിയായി മാറിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത് ഇദ്ദേഹത്തിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അതുപോലെ തന്നെ രാഹുലിന്റെ ആ വാക്സാമർത്ഥ്യത്തിലും ആ ചടുതലയിലും ആ മിടുക്കിലും ഒക്കെ ഇയാൾക്ക് യാതൊരു സംശയവും വേണ്ട ഒരു അസൂയ ഉണ്ട് എന്ന് തന്നെ നമുക്ക് ഇദ്ദേഹത്തിന്റെ നേരത്തെയുള്ള ചില പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. യൂത്ത് കോൺഗ്രസ് ആ സമ്മേളന വേദിയിൽ പരസ്യമായി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ ഇദ്ദേഹം നാണം കെടുത്തുവാൻ ശ്രമിച്ചപ്പോൾ രാഹുൽ അന്നും മുഖമടിച്ച് മറുപടി കൊടുത്തതിന്റെ ചുരുക്ക് ഇന്നും PJ കുര്യന് പോയിട്ടില്ല. ഇദ്ദേഹം പിന്നീട് അത് പല വേദികളിലും അത് പരാമർശിച്ചിട്ടുണ്ട്. അതിനുശേഷം തനിക്കെതിരെ ഈ രാഹുലിന്റെ സൈബർ പടയുടെ ആക്രമണം ഉണ്ടായി എന്ന് ഇദ്ദേഹം പല സ്ഥലങ്ങളിലും പറഞ്ഞ് നാം കേട്ടിട്ടുണ്ട്. രാഹുലിന്റെ സൈബർ പടയൊന്നുമല്ല, ഇപ്പോൾ ഞാൻ പോലും ഇത് പറയുന്നത് രാഹുലിന്റെ സൈബർ പടയൊന്നുമല്ല. ഞങ്ങൾ ആ യുവ നേതാവിനോടുള്ള താല്പര്യം കൊണ്ടും അദ്ദേഹത്തെ ഇവന്മാർ ഈ ഭയമുള്ള കടൽ കിഴവന്മാർ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതും കൊണ്ട് സ്വമേധയാ ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി, ശബ്ദമില്ലാത്തവർക്ക് വേണ്ടി ശബ്ദിക്കുന്നവരാണ് i2i ന്യൂസ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വിഷയം എടുത്തിരിക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, അന്നു മുതലേ രാഹുലിനോടൊരു ചുരുക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ PJ കുര്യനെ കൊണ്ട് തന്നെ ഇപ്രകാരം പറയിപ്പിച്ചത് ആ വി ഡി സതീശന്റെ കുടില ബുദ്ധിയും അതുപോലെ തന്നെ ആ വിനു വിജോണും ഈ ഇദ്ദേഹത്തിന്റെ PR പണി ചെയ്യുന്ന മാധ്യമപ്രവർത്തകനും ഇവരുടെ എല്ലാം കൂടെ ചേർന്നുള്ള ഒരു ആസൂത്രണമായിരുന്നു PJ കുര്യനെ കൊണ്ട് ഇത് പറയിപ്പിച്ചൊരു വിവാദമുണ്ടാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്രകാരം ഈ PJ കുര്യൻ ഇത് പറഞ്ഞതിന്റെ പിന്നിൽ അദ്ദേഹത്തിനൊരു അജണ്ടയുമുണ്ട്. അദ്ദേഹം ഇപ്പോൾ വയസ്സാം കാലത്ത് വീട്ടിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചെറിയ ആഗ്രഹമുണ്ട്, കേരള രാഷ്ട്രീയത്തിൽ ഒന്ന് പയറ്റിയാലോ എന്ന്. ഇനി കേരള രാഷ്ട്രീയത്തിൽ പയറ്റണമെങ്കിൽ, ഒരു സീറ്റ് കിട്ടണമെങ്കിൽ അത് വി ഡി സതീശൻ കനിയാതെ പറ്റത്തില്ല എന്ന് കൃത്യമായി ഇദ്ദേഹത്തിന് അറിയാം. ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പം എങ്ങനെയെങ്കിലും തിരുവല്ലയിൽ ഒരു സീറ്റ് ഒപ്പിക്കുക എന്നതാണ്. ആ തിരുവല്ലയിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിൽ അത് വി ഡി സതീശൻ കനിയണം. ഇപ്രകാരം വി ഡി സതീശന്റെ മനസ്സറിഞ്ഞ് ഇപ്രകാരം രാഹുലിനിട്ടൊന്ന് കൊടുത്താൽ വി ഡി കനിഞ്ഞ് തിരുവല്ലയിൽ ഒരു സീറ്റ് ഒത്താലോ എന്ന് കരുതിയാണ് ഈ PJ കുര്യൻ ഇപ്രകാരം ഒരു കൊട്ടേഷൻ നമ്മുടെ കിങ്ങിണിക്കുട്ടനും പെണ്ണിത്താനും ഒക്കെ ഇറങ്ങിയ പോലെ ഇറങ്ങിയത്. PJ കുര്യൻ ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുലിനെതിരെ ശബ്ദിക്കുവാൻ ഇറങ്ങിയ ആ കിങ്ങിണിക്കുട്ടൻ ഇപ്പോൾ എവിടെ പോയി? അവന്റെ ശബ്ദം പോലും കേൾക്കുവാനുണ്ടോ? അതുപോലെ ആ മഞ്ചേരിയിൽ പെണ്ണ് പിടിക്കാൻ പോയ ആ പെണ്ണിത്താന്റെ അവസ്ഥ എന്താണ്? അതുപോലെ പ്രിയപ്പെട്ട PJ കുര്യൻ, താങ്കളോട് വളരെ വലിയ ബഹുമാനം ഞങ്ങൾക്കുണ്ടായിരുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുമുണ്ട്. ഈ സൂര്യനെല്ലി വിഷയവുമായി ബന്ധപ്പെട്ട് താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, താങ്കൾ ഇത് പറയുവാൻ യോഗ്യനാണോ എന്ന്. താങ്കൾ ഇത് പറയുവാൻ യോഗ്യനാണോ? സൂര്യനെല്ലി കേസിൽ പ്രതിയായിരുന്ന താങ്കൾ രാഹുലിനെതിരെ വിമർശിക്കുവാൻ എന്ത് അർഹതയുണ്ട്? ജനങ്ങളെല്ലാം മറന്നു കഴിഞ്ഞ 1996 നടന്ന ഏതാണ്ട് 30 വർഷത്തിന് മുമ്പ് നടന്ന ആ ഇൻസിഡന്റ് വീണ്ടും ഇതാ ജനങ്ങൾ ഓർത്തെടുക്കാൻ പോവുകയാണ്. കിങ്ങിണിക്കുട്ടന്റെ പഴയ രാമനിലയത്തിലെ കാമലീലകളും KPCC ഓഫീസിൽ നടത്തിയ ആ പരിപാടികളും അതുപോലെ മഞ്ചേരിയിൽ ഉണ്ണിത്താൻ നടത്തിയ പെണ്ണുപിടി കേസുകളുമെല്ലാം ജനങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഓർത്തെടുത്തത് വെറുതെ രാഹുലിനെ ചൊറിയുവാൻ പോയത് കൊണ്ടാണ് എന്ന് താങ്കൾ മറക്കരുത്. അതുകൊണ്ട് രാഹുലിനെതിരെ ശബ്ദിക്കുവാൻ ഇറങ്ങിയ
താങ്കളുടെ ആ പഴയ ആ സൂര്യനെല്ലി കുര്യന്റെ ആ പഴയ ലീലാവിലാസങ്ങൾ അതെല്ലാം ജനങ്ങൾ ഇനി ചിന്തിച്ചു തുടങ്ങും, ചർച്ച ചെയ്തു തുടങ്ങും. താങ്കൾക്ക് തന്നെ അറിയാമല്ലോ, താങ്കൾ ഒരു നിരപരാധിയായിരുന്നു എങ്കിൽ ഈ ഒരു പ്രശ്നത്തിലൂടെ കടന്നുപോയപ്പോൾ എന്തുമാത്രം മനോവേദന അനുഭവിച്ചു. അത് താങ്കൾക്കും താങ്കളുടെ കുടുംബാംഗങ്ങൾക്കും താങ്കളുമായി ബന്ധപ്പെട്ടവർക്കുമെല്ലാം ഉണ്ടാക്കിയ ആ വിഷമവും ബുദ്ധിമുട്ടുമെല്ലാം നന്നായി അറിയാവുന്ന ഒരാളാണ് തങ്ങളുടെ മകന്റെ പ്രായം പോലും ഇല്ലാത്ത രാഹുലിനെതിരെ ഇപ്രകാരം ഒരു ആരോപണവുമായി ഇറങ്ങിയത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾക്കറിയാമല്ലോ, ഒരു ഉഭയകക്ഷി സമ്മതപ്രകാരം ഉണ്ടായ ഒരു ബന്ധമായിരുന്നു. താങ്കൾ ഓർക്കണം, താങ്കൾക്കെതിരെ വന്ന ആരോപണം എന്താണ്? താങ്കളുടെ കൊച്ചുമകളുടെ പോലും പ്രായമില്ലാത്ത 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ നിക്കുർ വരാൻ പോയ അത്രയും നാണംകെട്ട, മൃഗീയമായ നാണംകെട്ട ഒരു ആരോപണമല്ലായിരുന്നു താങ്കൾക്കെതിരെ ഉണ്ടായത്. എത്ര വർഷം അതിന്റെ പിന്നിൽ കേസ് കളിച്ചു, അതിന്റെ പിന്നിൽ എന്തൊക്കെ തരിടകൾ ഉണ്ടായി. സിബി മാത്യൂസ് എന്ന് പറയുന്ന പോലീസ് സേനയ്ക്ക് കളങ്കം ചാർത്തിയ ആ നാണംകെട്ടവന്റെ കാരുണ്യം കൊണ്ടാണ് താങ്കൾ ഇന്നും ഇതിലെ നടക്കുന്നത് തല ഉയർത്തിപ്പിടിച്ച് എന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതിന്റെ പിന്നിൽ പിന്നാമ്പുറത്ത് ആ കേസുകളുടെ കാലയളവിൽ നടന്ന ദുരൂഹ മരണങ്ങളും സകല പരിപാടികളും ഇനിയും ഇതാ കേരളം ചർച്ച ചെയ്യുവാൻ പോവുകയാണ്. PJ കുര്യ, താങ്കൾ ചെയ്തത് വളരെ മോശമായി പോയി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പ്രായമായിട്ടും തിരുവല്ലയിലെ ഒരു സീറ്റ് മോഹിച്ച് VD സതീശൻ എന്ന് പറയുന്ന ആ നരാധമന് വേണ്ടി ഏഷ്യനെറ്റുകാർ ഒരുക്കിയ ആ PR ക്യാമ്പയിനിൽ താങ്കൾ കുടുങ്ങിപ്പോയതിൽ ഞങ്ങൾ ലജ്ജിക്കുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.